ആസ്മയും അലർജിയും ശ്വാസമുട്ടും ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ചിലർ പറയും എനിക്ക് എ സി കിടന്ന് ഭയങ്കര അല്ലെങ്കിൽ അവിടെ പ്രശ്നമാണെങ്കിൽ ഇവിടെ പ്രശ്നമില്ല, ഇവിടെ പ്രശ്നമാണെങ്കിൽ അവിടെ. ഒരിക്കലും എ സി ലൈവായിട്ട് കിടന്ന് ശ്വാസമുട്ടോ ആസ്മയും അലർജിയും ഉള്ളവർ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഇന്ന് പലപ്പോഴും നമ്മുടെ അന്തരീക്ഷമാകെ പോയി. കാരണം ഇപ്പോൾ തന്നെ ഏതാണ്ട് 40 ഡിഗ്രിയിലേക്ക് ചൂടിലേക്ക് വന്നു. അപ്പോൾ അതിനകത്ത് എ സി ഇപ്പോൾ ഒരുവിധപ്പെട്ട വീടുകളിലെല്ലാം ഉണ്ട്. പണ്ട് ഇതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു. ഒരു 20 കൊല്ലങ്ങൾ, 20 അല്ലെങ്കിൽ 15 കൊല്ലമായിട്ടുള്ള ഇത് കൂടുതലായിട്ട് വന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഇതുവരെയും എൻ്റെ വീട്ടിൽ 3 എ സികൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുവരെയും വെച്ചിട്ടില്ല. കാരണം അങ്ങനെ മിക്കപ്പോഴും അങ്ങനെ തറയിലാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ ഇതുവരെ ഒരു മരപ്പലകയിലാണ് ഞാൻ എപ്പോഴും കിടക്കുന്നത്. എനിക്ക് നടുവേദനയില്ല, കാലുവേദനയില്ല, കൈവേദനയായിട്ട് കാര്യമായിട്ട് കാണാറില്ല. അപ്പോൾ എല്ലാവരുടെയും ധാരണ എ സിയിൽ കിടന്നാൽ എന്തൊക്കെയോ വലിയൊരു സംഭവമാണ്, സുഖമാണെന്നൊക്കെയാണ്. പക്ഷേ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ബ്രോയിലർ കോഴി എങ്ങനെയാണോ എഴുന്നേറ്റ് വരുന്ന ആ ഒരു അവസ്ഥയെ എ സി കിടന്നവർക്കുള്ളൂ. എ സിയിലൊക്കെ കിടന്നു, കാരണം അവനവൻ്റെ പൈസ, അവനവൻ്റെ സൗകര്യങ്ങൾ ഇതൊക്കെ വാങ്ങിക്കണമല്ലോ, അതൊരു ഇൻഡസ്ട്രി ആണല്ലോ. എന്നിരുന്നാൽ തന്നെയും ഈ ശ്വാസമുട്ടും അലർജിയും ആസ്മയും ഉള്ളവർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. എയർ കണ്ടീഷൻ, എ സി എന്ന് ഷോർട്ട് ഫോം പറഞ്ഞെങ്കിലും എയർ കണ്ടീഷൻ അവർക്ക് പറ്റത്തില്ല. അവർക്ക് ഫാൻ പോലും പറ്റത്തില്ല. കാരണം ഫാൻ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഡയറക്റ്റ് ഇങ്ങനെ അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മളൊന്നും അറിഞ്ഞില്ല. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആകെ തിന്നാൻ പറഞ്ഞ് 40 ഗ്രാം, അതിന് 450 ഗ്രാം നമ്മൾ കഴിച്ചിട്ടുണ്ട്. എന്നിട്ട് കുംഭകർണം കൊണ്ട് കിടന്നു പറഞ്ഞമാതിരി കിടക്കുകയാണ്. അതിനൊക്കെ ദഹിപ്പിക്കാൻ വേണ്ടി ആന്തരികങ്ങൾ കഷ്ടപ്പെടുന്നു. ആ കൂട്ടത്തേക്കിടെയാണ് ഈ ശ്വാസമുട്ടുള്ള ആൾ എയർ കണ്ടീഷൻ ഓൺ ചെയ്ത് കിടക്കുന്നത്. ഒരിക്കലും അത് സുഖകരമല്ല. ആ അസുഖത്തിന് യാതൊരു കുറവും കിട്ടത്തില്ല, ശ്വാസം കിട്ടാത്ത. ചിലർ പറയും എനിക്ക് എ സി കിടന്ന് ഭയങ്കര സുഖമാണ് ഈ ശ്വാസമുട്ടുള്ളൂ. പക്ഷേ ഒരിക്കലും അത് അവരുടെ ആ ഒരു ആബ്സെന്റ് മൈൻഡോട് തോന്നുന്ന ഒരു കാഴ്ചപ്പാടാണ്. കാരണം എ സിയിൽ കിടക്കുന്നവർക്ക് തണുപ്പുള്ള പ്രദേശങ്ങളിൽ പോകാൻ പറ്റില്ല. പക്ഷേ തണുപ്പുള്ള പ്രദേശങ്ങളിൽ സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്നവന് എ സിയിൽ കിടക്കാനും പറ്റില്ല. അല്ലെങ്കിൽ അവിടെ പ്രശ്നമാണെങ്കിൽ ഇവിടെ പ്രശ്നമില്ല, ഇവിടെ പ്രശ്നമാണെങ്കിൽ അവിടെ. കാരണം എ സിയിലേക്ക് കിടക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് കാനഡയിൽ പോയി ജീവിക്കാം, ഒരു കുഴപ്പമില്ല. കാരണം അത്രമാത്രം മഞ്ഞ് അവിടെ ഒരു ദിവസം ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. പക്ഷെ അവർക്ക് എ സിയിലുള്ള അത് ശരിക്കും പറഞ്ഞാൽ പെഡസ്ട്രിയൽ ഫാൻ വെക്കാനാണ് ഞാൻ പറയുകയാണെങ്കിൽ. അത് സീലിംഗ് ഫാൻ പറ്റില്ല. ആസ്മയും അലർജിയും ശ്വാസമുട്ടും ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ലൈവായിട്ട് എ സിക്കകത്ത് കിടക്കാൻ പറ്റില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു കാര്യം ചെയ്യുക, 6 മണിക്ക് ഓൺ ചെയ്താൽ 5 മണിക്കൂർ അങ്ങോട്ട് ഓൺ ചെയ്തിടുക. 11 മണിയാവാതെ അല്ലെങ്കിൽ 10 മണി കൂട്ടുക. അപ്പോൾ 4 മണിക്കൂർ അത് 16 ഇട്ട് തണുപ്പിച്ച് നല്ല ഐസ് പോലെയാക്കിയിട്ട് കയറുക. ഒരിക്കലും എ സി ലൈവായിട്ട് കിടന്ന് ശ്വാസമുട്ടോ ആസ്മയോ അലർജിയോ ഉള്ളവർക്ക് പറ്റില്ല. കാരണം എ സി ഓൺ ചെയ്യുമ്പോൾ തന്നെ മൂക്കടയും. ഒന്നെങ്കിൽ ഈ മൂക്കടയും അല്ലെങ്കിൽ ഈ മൂക്കടയും. ചിലർക്ക് 2 മൂക്കടയും. അത് കഴിഞ്ഞ് വാഗുകൊണ്ട് ശ്വസിക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ നമുക്ക് കൂടിക്കൂടി വന്നപ്പോൾ ഇപ്പം അതിനെ നമ്മൾ മാറ്റി നിർത്തണമെന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഇത് മറിച്ചെന്ന് 14-ാം തീയതിയായിട്ടും എ സി എൻ്റെ റൂമിലില്ല, ഞാൻ തറയിൽ കിടക്കും. ഇപ്പോൾ എവിടെ ചെന്നാലും തറയിൽ കിടക്കണതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് നേരുവേദന കാലുവേദന കണ്ടില്ല. ഒരു മരപ്പലകയിലാണ് കിടക്കുന്നത്. അതായത് ആ കിടപ്പിൽ ഒരു കാര്യം കൂടി ഉണ്ട്. ഇതിനോട് പ്രതിപാദിക്കുന്ന ഒരു കാര്യമല്ലെങ്കിലും നമ്മൾ കമിഴ്ന്ന് കിടക്കണമെന്നാണ് പറയുന്നത്, യോഗാചാര്യന്മാർ പറയുന്നത്. അതായത് അപ്പം നമ്മുടെ കശേരികളെല്ലാം മുകളിലാണ്, നട്ടെല്ലാം നിവർത്തി ഇങ്ങനെ കിടക്കണം. അടിയിൽ കിടക്കുമ്പോൾ നമ്മുടെ തുടർ ഭാഗത്തിന് അത് പുരുഷനായാലും സ്ത്രീ ആയാലും വെയിറ്റ് കൂടുന്നു, അവിടെ കുഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ തൊട്ടടുത്ത 2 കശേരികൾ ഇങ്ങനെ ഇരിക്കും, പിന്നെ ഇങ്ങനെ ഇരിക്കും, പിന്നെ ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ഒരു വളഞ്ഞ രീതിയിലാണ് നമ്മുടെ കിടപ്പ്. അതാണ് നമ്മുടെ നടുവേദനയ്ക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. ഏറ്റവും കൂടുതൽ കനമുള്ള കിടക്കുകയാണെങ്കിൽ അത്രയും കൂടുതൽ കുഴിഞ്ഞിരിക്കും. അപ്പോൾ അതിന് സുഖമായി ഉറങ്ങി അല്ലെങ്കിൽ ഗാഠനിദ്രയായിരുന്നു അത് പറയാതെ മാത്രമേ ഉള്ളൂ. പിന്നീടുള്ള നാളുകളെല്ലാം ഇങ്ങനെ വരുന്നത്. അപ്പം അതുകൊണ്ട് ലൈവായിട്ട് എ സി പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ എത്ര നിർബന്ധ ബുദ്ധിമാണെങ്കിൽ അത് എ സി എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കൃത്രിമമായിട്ട് തണുപ്പിക്കുന്നതാണ്. അതിനൊരു ടാങ്കുണ്ട് ആ എ സിയുടെ ഉള്ളിൽ. ആ ടാങ്കിനകത്ത് ഒരു കെമിക്കൽ നിറച്ച് ആ കെമിക്കലിനെ നമ്മൾ പിന്നീട് തണുപ്പാക്കി മാറ്റിയെടുക്കുക. അല്ലാതെ അത് പ്രകൃതിയിൽ നിന്ന് വരുന്ന കാറ്റൊന്നുമല്ല.
അപ്പോൾ അതാണ് ഞങ്ങൾക്ക് പറ്റാത്തത്. അവിടെ ആ കാര്യം ഒന്ന് വളരെ ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. ഞാൻ പറയുകയാണെങ്കിൽ സീലിംഗ് ഫാൻ ഒഴിവാക്കിയിട്ട് പെഡസ്റ്റൽ ഫാൻ പറഞ്ഞാൽ നല്ല ബലമുള്ളത് നോക്കി വാങ്ങിച്ചു വയ്ക്കും. പക്ഷെ അതിനകത്ത് ആ ഫാൻ വയ്ക്കുമ്പോൾ വീട്ടിലെ സ്ത്രീകളും മറ്റു കുഞ്ഞുങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം കൂടി, അതിനകത്ത് കുറച്ച് അപകടമുള്ളൊരു ഫാനാണ്. കാരണം മുടിയൊക്കെ കയറി പിടിക്കാൻ പറ്റും. പക്ഷെ അതിങ്ങനെ ഓസിലേഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ ലങ്സിലേക്ക് ഇങ്ങനെ തുടർച്ചയായിട്ട് കാറ്റ് വന്നുകൊണ്ടിരിക്കും. നമ്മൾ വെറുതെ കിടന്ന് ഉറങ്ങുന്നു, ചിലർ 8 മണിക്കൂർ ഉറങ്ങുന്നു, ചിലർ 5 മണിക്കൂർ 6 മണിക്കൂർ ഉറങ്ങുന്ന സമയമെല്ലാം മുകളിൽ നിന്ന് ഇപ്പോൾ 5-ലിട്ടിരിക്കുന്ന ഫാനിൽ നിന്ന് തണുത്ത കാറ്റുകൾ ഇങ്ങനെ വന്ന് ലങ്സിലേക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ അപ്പോൾ സീലിംഗ് ഫാൻ പറ്റില്ല. പക്ഷേ സീലിംഗ് ഫാൻ ഇടാതെ നമുക്ക് കിടക്കാൻ പറ്റത്തില്ലോ. അപ്പോൾ AC ഇങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ AC-യിലുള്ള തണുപ്പ് പറ്റില്ലെന്നില്ലെങ്കിൽ എഴുതി ഓസ്ട്രേലിയയിലോ അയർലൻഡിലോ UK-യിലോ അല്ലെങ്കിൽ മറ്റ് കാനഡയോ ഏതെങ്കിലും ശൈത്യ മേഖലകളിൽ പോയാൽ, സിംലയിലോ കുളു മണാലി അവിടെയൊക്കെ പോയാൽ അവർക്കൊരു കുഴപ്പമില്ല. ആ സമയത്ത് അവിടെ കുഴപ്പമുള്ളവർക്ക് AC പുതച്ച് കൂടി കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഇതൊരു വൈരുദ്ധ്യാത്മകമായിട്ട് കാണുന്നു. അതുകൊണ്ട് AC കഴിവതും നിങ്ങൾ അതിനകത്തുനിന്ന് ലൈവ് കിടക്കാതെ, ആസ്മ അലർജി ഉള്ളവരില്ല, ലൈവ് കിടക്കാതെ ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും എന്നുകൂടി ഒന്നുകൂടി പറഞ്ഞുകൊള്ളാം. നന്ദി.